ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നയനയെ കൂട്ടിക്കൊണ്ട് വരികയാണ് നവ്യ. അതിനുശേഷം നവ്യ ചോദിക്കുന്നുണ്ട്, നീ ആദർശേട്ടനോട് സത്യങ്ങളൊക്കെ പറയാൻ വേണ്ടി പോയതാണല്ലേ? അപ്പം നയനെ കുറച്ച് സങ്കടത്തോടു കൂടി പറയാണ്, അത് തന്നെയാണ് പറയാൻ വേണ്ടി പോകുന്നത്. എത്ര നല്ല ഡിന്നറാ ആദർശേട്ടൻ നമുക്ക് വേണ്ടിയെല്ലാം ഒരുക്കിയത്. അങ്ങനെയുള്ള ഒരാളോട് ഇങ്ങനെ ചതി ചെയ്യാൻ പാടുണ്ടോ? അപ്പം നവ്യ പറയുന്നുണ്ട്, വളകാപ്പിൻ്റെ അന്ന് എനിക്ക് ഒരുപാട് ഓർണമെൻറ്റ്സ് കിട്ടും. മുത്തശ്ശി ഇനിയും സ്വർണം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കിട്ടിയാൽ ഞാൻ നമ്മുടെ വീട്ടിലേക്കാണ് നേരെ പോകുന്നത്. അതിനുശേഷം ഞാൻ ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം കണ്ടോളാം. അതുവരെ നീ ഇത് ദയവ് ചെയ്ത് ആരോട് പറയാൻ പാടില്ല. അപ്പം നയന ചോദിക്കുന്നുണ്ട്, വളകാപ്പ് നടത്തിയതിന് ശേഷം സത്യങ്ങൾ അവരൊക്കെ തിരിച്ചറിഞ്ഞാൽ അവർക്കത് സഹിക്കുമോ? അപ്പം നവ്യ ഭീഷണിയുടെ സ്വരത്തിൽ പറയുന്നുണ്ട്, വളകാപ്പിന് മുമ്പ് നീ ഇത് ആരോടെങ്കിലും പറഞ്ഞാൽ പിന്നെ ആ ഡോക്ടറോട് പറഞ്ഞതേ എനിക്ക് നിന്നോടും പറയാനുള്ളൂ. എൻ്റെ കഴുത്തിൽ ഞാൻ കത്തി കയറ്റിയിരിക്കും. അപ്പം നയന ചോദിക്കുന്നുണ്ട്, ചേച്ചി ബ്ലാക്ക് മെയിൽ ചെയ്യാണോ? ഒരിക്കലുമല്ല. നടക്കാൻ പോകുന്ന സത്യം ഞാൻ നിന്നോട് പറഞ്ഞത്. ഒരു കാരണവശാലും ഈ സത്യം നീ ആരോടും പറയാൻ പാടില്ല. ഞാൻ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞ മുതൽ അതിവിദഗ്ധമായിട്ട് ഞാനിത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വയറ് വെക്കേണ്ട സമയത്ത് വയറ് വെച്ചു. ഇപ്പൊ കുഞ്ഞിന്റെ വളർച്ചക്കനുസരിച്ച് പാഡ് മാറ്റിക്കൊണ്ടിരിക്കുക. അപ്പൊ നയന പറയുന്നുണ്ട്, ഇതൊക്കെ കേട്ടുകേൾവി പോലും ഇല്ലാത്ത സംഭവങ്ങളാ. അപ്പൊ നവ്യ ചോദിക്കുക, നിനക്കറിയാലോ എൻ്റെ വിവാഹം നടക്കാൻ ഇതല്ലാതെ വേറെ മാർഗ്ഗമില്ലായിരുന്നു. അതുപോലെ അഭി എന്നെ വഞ്ചിക്കാൻ നോക്കിയത്. അവന്റെ കല്യാണം മുടക്കാൻ ഇതല്ലാതെ വേറൊരു മാർഗ്ഗമില്ലായിരുന്നു. അതിലെന്നെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. എൻ്റെ നിലനിൽപ്പിന് വേണ്ടിയാ ഞാൻ അങ്ങനെ ഒരു കള്ളം പറഞ്ഞേ. എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ചത്. ഇന്ന് ആ സത്യം അറിയാവുന്നത് നിനക്കും അനന്തപുരിയിലെ ഫാമിലി ഡോക്ടർക്കുമാ. ഒരു ഡോക്ടറായിട്ട് പോലും അവരെൻ്റെ കൂടെ നിന്നു. എന്നിട്ടും സ്വന്തം അനിയത്തിയായിട്ട് കൂടി നീ എൻ്റെ കൂടെ നിന്നില്ലെങ്കിൽ അവിടെ ഞാൻ പറയുന്നതൊക്കെ ശരിയാണെന്ന് പറയേണ്ടി വരും. നിനക്ക് എന്നോട് അസൂയാണെന്ന്. അപ്പം നയന സങ്കടത്തോടെ ചോദിക്കുന്നുണ്ട്, എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? പിന്നെ എങ്ങനെയാ പറയേണ്ടത്? കാര്യങ്ങൾ ഇത്രത്തോളം എത്തിച്ചിട്ട് അവസാനം നീ എല്ലാം തുറന്നു പറഞ്ഞാൽ ഞാൻ പുറത്താവും. അപ്പോഴും നീ അകത്ത് തന്നെ കാണും. അതായിരിക്കും നിന്റെ ഉദ്ദേശം. അനന്തപുരിയിൽ നിന്നും പടിയറിയും കഴിഞ്ഞാൽ എന്നെ എൻ്റെ വീട്ടിൽ പോലും കയറ്റില്ല. പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? തെരുവിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കണോ അതോ തെണ്ടി തിരിയണോ? നയന മറുപടിയൊന്നും ഇല്ലാതെ ചേച്ചി പറയുന്നത് കേട്ട് നിൽക്കുകയാണ്. അതിനുശേഷം നവ്യ പറയുന്നുണ്ട്, അങ്ങനെ നടന്നിട്ടുണ്ട്. അന്ന് അഭിയുമായി ഞാൻ താമസിച്ച ഹോട്ടലിൽ നിന്നും പുറത്തു നടന്നതിന് ശേഷം വീട്ടിൽ പോലും കയറാനാവാതെ ഞാൻ കിടന്ന് നട്ടം തിരിഞ്ഞിട്ടുണ്ട്. ഇനി അതിനെന്നെ കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒന്നുകിൽ നിനക്ക് സത്യങ്ങൾ എല്ലാവരോടും പറയാം, അല്ലെങ്കിൽ പറയാതിരിക്കാം. ഇനി പറയുകയാണെങ്കിൽ എൻ്റെ മരണത്തിന് കൂടി സാക്ഷിയാവാൻ നീ തയ്യാറായിക്കോ. അപ്പം നയന ആകെ മൊത്തം കൺഫ്യൂഷനായിട്ട് പറയാണ്, ഇത് വല്ലാത്തൊരവസ്ഥയാ. ഞാൻ അനുഭവിക്കുന്ന ടെൻഷൻ എത്രയാണെന്ന് ചേച്ചിക്ക് അറിയില്ല. അപ്പം നവ്യ ചോദിക്കുന്നുണ്ട്, ഞാനല്ലേ കള്ളം പറഞ്ഞേ, അതിന് നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? അപ്പം നയന പറയാ, ശരി, ഞാനായിട്ട് ഇനി ആദർശേട്ടനോടൊന്നും പറയുന്നില്ല. എന്നിട്ട് നേരെ നയന ആദർശിൻ്റെ അരികിലേക്ക് പോവുകയാണ്. അവിടെ എത്തുന്നത് വരെ നയന പരിഭ്രമത്തോടു കൂടി തന്നെയാണ് ഉള്ളത്. അവിടെ എത്തിയപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, അവളെക്കുറിച്ച് എന്തോ പറയാൻ പോയപ്പോഴാണല്ലോ അവൾ നിന്നെ വിളിച്ചുകൊണ്ട് പോയത്. എന്നിട്ടെന്താ അനിയത്തിയും ചേച്ചിയും കൂടെ രഹസ്യം പറഞ്ഞത്? അപ്പം നയന ടെൻഷനോട് കൂടി തന്നെ പറയാണ്, അത് പിന്നെ വളകാപ്പിനെ പറ്റിയാണ് ഞങ്ങൾ സംസാരിച്ചത്. അപ്പം ആദർശ് ചോദിക്കുന്നുണ്ട്, വളകാപ്പിനെ പറ്റി എന്താ ഇത്രയ്ക്കധികം സംസാരിക്കാൻ? അത് അമ്മയാവാൻ പോകുന്ന എല്ലാ പെൺകുട്ടികളുള്ള വീട്ടിലെ ചടങ്ങല്ലേ? അതിന് മറുപടി ഒന്നും പറയാതെ കുറച്ചു നേരം കഴിഞ്ഞിട്ട് നയന പറയുന്നുണ്ട്, അത് വളകാപ്പ് അത്ര ആഡംബരമായിട്ട് നടത്തണ്ടെന്നാ എൻ്റെ അഭിപ്രായം. അപ്പം ആദർശ് പറയുന്നുണ്ട്, എൻ്റെ അനിയനെ ഒരു കുഞ്ഞു ജനിക്കാൻ പോവുക. അപ്പോൾ ആഡംബരത്തിന് ഒരു കുറവും പാടില്ല. അത് ഞാൻ തന്നെ മുന്നിൽ നിന്ന് ആ ചടങ്ങ് നടത്തും. അപ്പം നയന ആകെ കൂടെ പെട്ട അവസ്ഥയിലായിരിക്കുകയാണ്. കുഞ്ഞില്ലാത്ത കുഞ്ഞിന് വേണ്ടിയാണല്ലോ ഈ ചടങ്ങൊക്കെ നടത്തുന്നത് വിചാരിച്ചിട്ട് പെട്ടെന്ന് ആദർശ് ചോദിക്കുന്നുണ്ട്, അല്ല നീ അതല്ലല്ലോ പറയാൻ വന്നത്? എന്തോ തെറ്റ് നീയും നിൻ്റെ ചേച്ചിയും ചെയ്തു എന്നല്ലേ പറഞ്ഞത്? അതറിഞ്ഞാ ഞാൻ പൊട്ടിത്തെറിക്കൊന്നും പറഞ്ഞല്ലോ. അപ്പം നയന ഇങ്ങനെ പേടിയോടുകൂടി ആദർശിനെ നോക്കുകയാണ്. അപ്പം പെട്ടെന്ന് നയന തോന്നിയൊരു ബുദ്ധിയിൽ പറയുന്നുണ്ട്, അല്ല വളകാപ്പ് ആഡംബരമായിട്ട് നടത്തണ്ടെന്ന് പറയുമ്പോൾ ആദർശേട്ടൻ പൊട്ടിത്തെറിക്കുന്ന ഞാൻ കരുതിയത്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഇതിപ്പോൾ പൊട്ടിത്തെറിക്കാൻ മാത്രം ഒന്നുമില്ലല്ലോ. അതുതന്നെയാണോ നീ പറയാൻ വന്നത്? നവ്യ നിന്നെ വിളിച്ചു കൊണ്ടുപോയതിന് ശേഷം നീ പറയാൻ വന്നത് വേണ്ടെന്ന് വെച്ചതാണോ? ഏയ് അല്ല ആദർശേട്ടാ, പിന്നെ വളകാപ്പിന് നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും കൊടുക്കണമല്ലോ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഓ സ്വർണം കൊടുക്കുന്ന കാര്യമായിരിക്കും. അത് പറഞ്ഞാൽ ഞാൻ പൊട്ടിത്തെറിക്കുന്നു നിന്നോടാരാ പറഞ്ഞത്? അപ്പം ഞാൻ പേടിയോടും സങ്കടത്തോടും കൂടി പറയുന്നുണ്ട്, എൻ്റെ അമ്മയ്ക്കും അച്ഛനും കാര്യമായിട്ട് ചേച്ചിക്കൊന്നും കൊടുക്കാനില്ല. ഈ സമയത്ത് എന്തെങ്കിലുമൊക്കെ കൊടുക്കേണ്ടതല്ലേ? അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഏയ് അതൊന്നും സാരമില്ല. അതിന് പകരം നമുക്ക് നവ്യക്ക് കൊടുക്കാം. വളയോ മാലയോ എന്താന്ന് വെച്ചാൽ കൊടുക്കാം. കേരളത്തിനകത്തും പുറത്തും ഒരുപാട് ജ്വല്ലറി നടത്തുന്ന ഒരു കുടുംബമാണ് അനന്തപുരി തറവാട്. അവിടുത്തെ പെൺകുട്ടിയുടെ വളകാപ്പ് ചടങ്ങിന് അവൾക്ക് സ്വർണം കൊടുത്തില്ലെങ്കിൽ പിന്നെ ആർക്കാ കൊടുക്കുന്നേ? ഞാൻ ആദർശിൻ്റെ മുഖത്ത് തന്നെ പേടിയോടുകൂടി നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ആദർശ് പുഞ്ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, ഇത് കേട്ടാൽ ഞാൻ പൊട്ടിത്തെറിക്കുമെന്ന് നിനക്ക് തോന്നിയോ? എന്നിട്ട് നയന സങ്കടത്തോടെ പറയാണ്, അതിനൊന്നുള്ള അർഹത ഞങ്ങൾക്കില്ലല്ലോ. അപ്പോൾ വലിയ താല്പര്യമില്ലാത്ത മട്ടിൽ ആദർശ് പറയുന്നുണ്ട്, അർഹതയുടെ കാര്യമൊന്നും പറയണ്ട. പിന്നെ നീയും നിൻ്റെ ചേച്ചിയും ഞങ്ങളുടെ വീട്ടിലെ മരുമക്കളായി പോയില്ലേ. അതുകൊണ്ട് ഇനി അത്തരം ചടങ്ങുകളിലൊക്കെ അതിൻ്റേതായ മാന്യത കാട്ടിയേ പറ്റൂ. പിന്നെ നമ്മുടെ കാര്യത്തിൽ അത്തരം ചടങ്ങുകളൊന്നും നടക്കാനുള്ള സാധ്യതയില്ല. അപ്പം നയന ചോദിക്കുന്നുണ്ട്, അതെന്താ അങ്ങനെ പറഞ്ഞേ?
അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, എന്താണെന്ന് നിനക്കറിയില്ലേ? എനിക്കറിയാം, പക്ഷെ മറ്റാർക്കും അതറിയില്ല. മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ പലപ്പോഴും പറയുന്നുണ്ട് നമ്മുടെ കുഞ്ഞിനെ അവർക്ക് ലാളിക്കണമെന്ന്. എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ ആദർശ് പറയാണ്, നിൻ്റെ എല്ലാ ആഗ്രഹവും നടക്കും, നമ്മുടെ ബന്ധുക്കളുടെയും, പക്ഷേ ഇതൊഴിച്ച്. നയന മറുപടി ഒന്നും പറയാതെ തലതാഴ്ത്തി നിൽക്കുകയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഞാനൊരു ദുഷ്ടനാണെന്ന് തോന്നുന്ന സമയത്ത് നിനക്ക് എന്നെ ഒഴിവാക്കിയിട്ട് വേറെ വിവാഹം കഴിക്കുന്നതിനെ പറ്റി ആലോചിക്കാം. അപ്പോൾ നയന ദേഷ്യത്തോടെ പറയാണ്, നിർത്ത്. എന്നെ എൻ്റെ വീട്ടിൽ കൊണ്ട് വിട്ടാൽ പോലും ഈ താലിയുടെ സ്ഥാനത്ത് മറ്റൊരു താലി എൻ്റെ കഴുത്തിലുണ്ടാവില്ല. അപ്പോൾ ആദർശ് ചിരിച്ചുകൊണ്ട് പറയാണ്, കണ്ടോ കണ്ടോ, ഇപ്പോൾ പൊട്ടിത്തെറിച്ചത് കണ്ടോ? നീ പറയുന്നത് കേട്ട് ഞാൻ പൊട്ടിത്തെറിക്കുമെന്ന് പറഞ്ഞാണ് നീ വന്നത്, ഇപ്പോൾ നേരെ മറിച്ചായില്ലേ? അപ്പം നയന പറയാണ്, പറയുമ്പോഴേ സൂക്ഷിച്ച് പറയണം. അപ്പോൾ ആദർശ് ചോദിക്കും, ഇല്ലെങ്കിലോ? ഇന്നിപ്പോൾ ഡിന്നറിന് എല്ലാവരും കൂടിയിട്ടുണ്ട്, അവരുടെ മുന്നിൽ പോയി നിന്ന് ഞാനിത് പറയും. ആദർശേട്ടൻ പറഞ്ഞതെല്ലാം പച്ചയ്ക്ക് വിളിച്ചു പറയും. അപ്പോഴേക്കും ആദർശ് ചെറുതായിട്ടൊന്ന് പതറുകയാണ്. കാരണം മുത്തശ്ശിയും മുത്തശ്ശനൊക്കെ ഇവള് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഓർത്തിട്ട്. എന്നിട്ട് പെട്ടെന്ന് തന്നെ പറയുന്നുണ്ട്, എടി ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. അപ്പം എല്ലാ ദേഷ്യങ്ങളും കൂടിയിട്ട് ഞാൻ പറയുന്നുണ്ട്, ഒരുപാട് ഭാരങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്, അതിനിടയിൽ കേൾക്കാൻ പാടില്ലാത്തത് കൂടി കേട്ടാ ഒരുപക്ഷെ ഞാനും അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിച്ചെന്ന് വരും. എനിക്കും ഉണ്ട് ചില ആഗ്രഹങ്ങളൊക്കെ, ഒരു പെണ്ണിൻ്റെതായ ചില ആഗ്രഹങ്ങൾ. അതൊക്കെ അടക്കി ജീവിക്കുന്നത് ആദർശേട്ടനെ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാണ്. ഒരു പെൺകുട്ടിക്ക് വേണ്ടുന്നതൊന്നും ആദർശേട്ടനിൽ നിന്നും എനിക്ക് കിട്ടുന്നില്ലെങ്കിലും ആദർശേട്ടൻ്റെ ഭാര്യയാണെന്ന് മറ്റുള്ളവരോട് പറയുന്നത് എനിക്ക് അഭിമാനമാണ്. ഞാൻ ആദർശിൻ്റെ മുഖത്ത് നോക്കി പറയുകയാണ്, എന്നെങ്കിലും ഒരു ദിവസം ഈ മനസ്സ് മാറും, എന്നിട്ട് എന്നെ അടക്കി പിടിക്കും. ആ പ്രതീക്ഷയോടെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. നയന ഉള്ളെന്നൊന്താണ് പറഞ്ഞത്, എന്നിട്ട് അകത്തേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ കനകയൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കുറച്ചു നേരത്തിന് ശേഷം ആദർശും നയനയും അകത്തേക്ക് കയറി വരികയാണ്. എല്ലാവരും അവർക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലായിരുന്നു. അപ്പം ദേവയാനിയൊക്കെ ഇങ്ങനെ കാത്തിരിക്കുന്ന കാണുമ്പോൾ ജലജ എന്താ അടുത്ത പ്രയോഗിക്കുക എന്നുള്ളൊരു കണ്ണോടെ നോക്കി നിൽക്കുകയാണ് ആ ദേവയാനിയെ തന്നെ. അപ്പോഴേക്കും അവരടുത്തെത്തുമ്പോഴേക്കും കനക പറയുന്നുണ്ട്, ദാ മക്കൾ വരുന്നു. അപ്പം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, ഇതിനിടയ്ക്ക് നിങ്ങൾ എങ്ങോട്ടാണ് പോയത്? അത് വളകാപ്പിനെ കുറിച്ച് സംസാരിക്കാൻ നയന എന്നെ വിളിച്ചുകൊണ്ട് പോയതാ. ഇനി അതാ അടുത്ത ചടങ്ങ്. മുത്തശ്ശി സന്തോഷത്തോടെ പറയാണ്. അപ്പം നയന വിഷമത്തോടു കൂടി നവ്യയെ നോക്കുന്നുണ്ട്. അപ്പം മുത്തശ്ശൻ പറയാ, അത് അഭി വേണം മുന്നിൽ നിന്ന് നടത്താൻ. അഭി വലിയ താല്പര്യമില്ലാത്ത മട്ടിൽ കേൾക്കുകയാണ്. ജലജക്കാണ് ദേഷ്യം വരുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, വേണ്ട മുത്തശ്ശ, എൻ്റെ അനിയൻ്റെ കുഞ്ഞല്ലേ, ഞാൻ തന്നെ മുന്നിൽ നിന്ന് അതൊക്കെ നടത്താം. അപ്പോൾ അനിയുടെ അച്ഛനും പറയുന്നുണ്ട്, അച്ഛാ, അച്ഛൻ്റെ അമ്മയുടെ മൂത്ത മോൻ എന്ന നിലയിൽ ആദർശ് തന്നെ അത് ചെയ്തോട്ടെ. അപ്പം മുത്തശ്ശൻ ആദർശനോട് പറയാണ്, ചെയ്യുന്നതൊക്കെ കൊള്ളാം, പക്ഷേ എത്രയും പെട്ടെന്ന് അതിന് പിന്നാലെ തന്നെ നിങ്ങൾക്കും അങ്ങനെ ഒരു ചടങ്ങ് നടത്താനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. ആദർശൻ നയനയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. അപ്പം കനകയെ നോക്കുന്നുണ്ട്. അപ്പം മുത്തശ്ശൻ പറയാണ്, പിന്നെ പാർട്ടി ഗംഭീരമായിട്ടുണ്ട് ആദർശേ. അപ്പം മുത്തശ്ശൻ നവ്യയോട് പറയുന്നുണ്ട്, വളകാപ്പ് കഴിഞ്ഞ് മോളുടെ വീട്ടിലേക്ക് പോയാലും മോൾക്ക് ഇടയ്ക്ക് കുടുംബ വീട്ടിലേക്ക് വന്ന് നിൽക്കണമെന്ന് തോന്നിയാ നിൽക്കാട്ടോ. അപ്പം നവ്യ സന്തോഷത്തോടു കൂടി പുഞ്ചിരിക്കുകയാണ്. അപ്പം കനക പറയുന്നുണ്ട്, അത് നാട്ടു നടപ്പല്ലല്ലോ അമ്മേ. അപ്പം മൂർത്തി പറയാണ്, ഇന്നത്തെ കാലത്ത് അങ്ങനെയൊന്നും നോക്കേണ്ട കാര്യമില്ല കനകേ. കുട്ടികൾക്ക് എവിടെയാണ് നിൽക്കാൻ ഇഷ്ടമെന്ന് വെച്ചാൽ അവരവിടെ നിൽക്കട്ടെ. അമ്മയുടെ ആരോഗ്യമല്ലേ ഈ സമയത്ത് നോക്കേണ്ടത്. അപ്പോൾ കനകയും പുഞ്ചിരിച്ചുകൊണ്ട് പറയാണ്, എങ്കിൽ മൂർത്തി സാറിൻ്റെ ഇഷ്ടം. അപ്പം നയന പറയുന്നുണ്ട്, വളകാപ്പത്ര വിപുലമായി നടത്തണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം, ചെറിയൊരു ചടങ്ങായിട്ട് മതി. അപ്പം നവ്യ ദേഷ്യത്തോടു കൂടി നയനയെ നോക്കുന്നുണ്ട്, ഇവളെന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നുള്ള അർത്ഥത്തിൽ. അപ്പോഴേക്ക് ജാനകിയും പറയുന്നുണ്ട്, അതെന്തിനാ ചെറിയ ചടങ്ങാക്കി നടത്തുന്നത്? എത്രയോ കാലത്തിന് വർഷങ്ങൾക്ക് ശേഷം വീട്ടിലൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നത്, അപ്പോൾ അതിന് അതിൻ്റേതായ ആർഭാടമൊക്കെ വേണ്ടേ? അപ്പം നയന ഒന്നും പറയാതെ തലതാഴ്ത്തുകയാണ്. കാരണം ഇല്ലാത്ത കുഞ്ഞിന് വേണ്ടി ഇവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പം മുത്തശ്ശൻ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, മോളെല്ലാം സിമ്പിളായി ചിന്തിക്കുന്ന കൂട്ടത്തിലാണ്. എന്നാൽ ജാനകി പറഞ്ഞതിലും കാര്യമുണ്ട് മോളെ, വളകാപ്പ് നടത്തുന്നത് നമ്മുടെ തറവാട്ടിൽ വെച്ചിട്ടാണല്ലോ, അതുകൊണ്ട് ഗംഭീരമാക്കണം. അപ്പോൾ ആദർശ് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, മുത്തശ്ശ, ഞാനല്ലേ എല്ലാം ഏറ്റെടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ഒന്നിനും ഒരു കുറവ് വരില്ല. അപ്പോൾ കനക പറയുന്നുണ്ട്, അല്ല, വളകാപ്പിന് ശേഷം പിന്നീട് ഒരുപാട് ചടങ്ങുകൾ നടക്കുമല്ലോ, കുഞ്ഞിൻ്റെ പേരിടയിൽ, ചോറൂണ്, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരുപാട് ആഘോഷങ്ങളുണ്ടാവും. ആ സമയത്തൊക്കെ ആർഭാടായിട്ട് നടത്തിയാൽ പോരേന്നായിരിക്കും നയന മോൾ ഉദ്ദേശിച്ചത് അല്ലേ? അപ്പോൾ പെട്ടെന്ന് തന്നെ നയന പറയുന്നുണ്ട്, അതെ, ഞാനും അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. നവ്യ ഇങ്ങനെ വിളറിയ മുഖമായിട്ട് ഇതൊക്കെ കേട്ട് നിൽക്കുകയാണ്. അപ്പോഴേക്കും നയന അടുത്ത് പോയിട്ട് പറയുന്നുണ്ട്, ചേച്ചി ഒന്നിങ്ങ് വന്നേ. എന്നിട്ട് നവ്യയെ വിളിച്ചുകൊണ്ട് അവിടുന്ന് പോവുകയാണ്. അപ്പോൾ ജലജ അബിക്ക് കണ്ണുകൊണ്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് അവർക്ക് പിന്നാലെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അബിയും അവരുടെ പിന്നാലെ പോവുകയാണ്. അപ്പോൾ മുത്തശ്ശി ആദർശനോട് ചോദിക്കുന്നുണ്ട്, മുത്തശ്ശൻ പറഞ്ഞതിന് നീ മറുപടിയൊന്നും പറഞ്ഞില്ലല്ലോ മോനെ, എപ്പോഴാ നയന മോളുടെ ജീവിതത്തിൽ ഒരു വളകാപ്പ് ചടങ്ങ് നടത്തുക? അപ്പോൾ ദേവയാനി ഇങ്ങനെ ആദർശനെ തന്നെ നോക്കി നിൽക്കുകയാണ്. ആദർശ് എന്താ അതിന് മറുപടി പറയാമെന്ന് കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പെട്ടെന്ന് ആദർശ് പറയുന്നുണ്ട്, അമ്മയൊന്നും കഴിച്ചില്ലല്ലോ. ദേവയാനി മുഖം കൊടുക്കാതെ മുഖത്തിരിക്കുകയാണ്. അപ്പോൾ അത് മൂർത്തിയും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദർശനോട് ചോദിക്കുകയാണ്, നീ എന്തിനാ മോനെ വിഷമിക്കുന്നത്? എന്താ അതുപോലുള്ള ചടങ്ങൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ടേ? അപ്പോൾ ആദർശ് പേടിയോടെ പറയും, വേണം മുത്തശ്ശ, അത് എപ്പോഴാണെന്നാണ് ചോദിച്ചത്. അതിനെന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നല്ലൊരു ഡോക്ടർ അതിനുവേണ്ടി കാണണം. അപ്പോൾ കനകയും പറയുന്നുണ്ട്,
ഇത് ഞാനും മോനോട് പറഞ്ഞായിരുന്നു. അത് കേൾക്കുന്ന സമയത്ത് ദേവയാനി വലിയ താല്പര്യമില്ലാത്ത മട്ടിൽ തലതിരിക്കുകയാണ്. അത് കണ്ടിട്ട് തന്നെ ജലജ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട്, ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അധികാരം സ്ഥാപിക്കാലോ, അതിൻ്റെ വെമ്പല അവളുടെ അമ്മയ്ക്ക്. അപ്പോൾ ആദർശ് പതറിക്കൊണ്ട് പറയുന്നുണ്ട്, നയന ഉടനെ കുട്ടികൾ വേണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാ. അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, നയനക്കോ അതോ നിനക്കോ? അപ്പോൾ ജയനും പറയുന്നുണ്ട്, ആദർശേ എല്ലാത്തിനും ഒരു സമയവും കാലമൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഇതൊന്നും വെച്ച് താമസിപ്പിക്കരുത്. ഇനി നയനമോൾക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ അത് നീ വേണം പറഞ്ഞു തിരുത്താൻ. അപ്പോൾ ആദർശ് തലയാട്ടുകയാണ്. അതേസമയം ജലജ ചിന്തിക്കുന്നുണ്ട്, ഇവരുടെ ജീവിതത്തിൽ ആരും അറിയാതെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്, അതെന്താണെന്നൊന്ന് കണ്ടുപിടിക്കണം. ജലജ അടുത്ത കരുനീക്കം തുടങ്ങുകയാണ്. അതേസമയം ആദർശ് ചിന്തിക്കുന്നുണ്ട്, അവൾ എന്നോട് പറയാൻ വന്നത് മറ്റെന്തോ കാര്യമാണ്, അതവൾ വിഴുങ്ങിക്കളഞ്ഞു. അപ്പോഴേക്കും ജലജ അടുത്ത ഇതും കൊണ്ട് വന്നിട്ടുണ്ട്. കനകയുടെ നേരെയാണ്. കനകെ, ഈ ഫുഡിൻ്റെ പിക്ചറൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടോ? ആരെങ്കിലും ബന്ധുക്കളൊക്കെ വരുമ്പോൾ നിനക്ക് കാണിക്കാലോ, മരുമോൻ നടത്തിയ പാർട്ടിയാണെന്ന് പറയാലോ. അപ്പം മുത്തശ്ശി ദേഷ്യത്തോടെ പറയുന്നുണ്ട്, ഒരവസരം കിട്ടിയാൽ കനകയെ കൊച്ചാക്കലാണ് നിൻ്റെ പണി. അപ്പോൾ കനക പുഞ്ചിരിച്ചുകൊണ്ട് പറയാണ്, കുഴപ്പമില്ല അമ്മേ, അഭിമോൻ്റെ അമ്മ പറഞ്ഞത് ശരിയാ, ഞങ്ങളാരും ഇതുവരെ ഇതുപോലത്തെ വലിയ പാർട്ടികളിലൊന്നും പങ്കെടുത്തിട്ടില്ലല്ലോ. അതേസമയം നയന നവ്യോട് പറയുന്നുണ്ട്, എല്ലാവരും വലിയ സന്തോഷത്തിലാണ്, പ്രത്യേകിച്ച് നമ്മുടെ അമ്മ. മനസ്സാക്ഷി ഉണ്ടോ ചേച്ചിക്ക്? സാധാരണ ഇങ്ങനെയുള്ള ഓരോ തെറ്റുകൾ ചെയ്യുന്നവർക്ക് അല്പമെങ്കിലും കുറ്റബോധം ഉണ്ടാവും. ഇതങ്ങനെ ഒന്നുമില്ല, വളരെ ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടി നടക്കുക. വളകാപ്പിന് ഇതുപോലെ വലിയൊരു ഫംഗ്ഷൻ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിനൊപ്പം നിൽക്കാതെ അടിച്ചു പൊളിക്കണമെന്ന് പറഞ്ഞ് നിൽക്കുക. അപ്പം നവ്യ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, ഓ അതിനെന്താ കുഴപ്പം, അന്നെനിക്ക് ഒരുപാട് സമ്മാനങ്ങൾ കിട്ടേണ്ടതാ, അതെന്തിനാ കളഞ്ഞു കുളിക്കുന്നേ? അപ്പം നയന ചോദിക്കുന്നുണ്ട്, ആ സമ്മാനങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള അർഹത ചേച്ചിക്കുണ്ടോ? അപ്പോഴേക്കും അവർക്ക് തൊട്ട് പിന്നാലെ അല്ലെങ്കിൽ കുറച്ച് ദൂരത്തോട്ടായിട്ട് അഭി വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം നവ്യ ചോദിക്കുന്നുണ്ട്, നിനക്കിപ്പോൾ എന്താ വേണ്ടത്? ഇതെല്ലാം പൊളിക്കണം. ഈ പറയുന്ന ആദർശേട്ടൻ പോലും ഈ ഫംഗ്ഷൻ അറേഞ്ച് ചെയ്തിരിക്കുന്നതേ നിനക്ക് വേണ്ടിയല്ല, എനിക്ക് വേണ്ടിയാ. എൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്നറിഞ്ഞ് ആദർശേട്ടൻ അറേഞ്ച് ചെയ്ത പാർട്ടിയാ ഇത്. അതുകൂടെ കണ്ടപ്പോൾ അവൾക്ക് സഹിക്കുന്നില്ല. അപ്പം നയന പറയുന്നുണ്ട്, എനിക്കിതുപോലുള്ള വലിയ ഹോട്ടലൊന്നും വരണമെന്നില്ല, ഇവിടുന്ന് ഭക്ഷണം കഴിക്കണമെന്നുമില്ല. എല്ലാവരും സന്തോഷത്തോടെ സമയം ചെലവിടുമ്പോൾ എൻ്റെ നെഞ്ചിൽ തീയാ, നാളെ എന്താ സംഭവിക്കുന്നതെന്ന് ഓർത്തിട്ട്. അപ്പം നവ്യ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, ഞാനല്ലേ പ്രതി, അതിന് നീ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നേ? അപ്പം നയന പറയുന്നുണ്ട്, എനിക്കിത് വളകാപ്പിന് മുന്നേ എല്ലാവരെയും അറിയിക്കണം. അങ്ങനെ എല്ലാവരോടും തുറന്നു പറഞ്ഞ് നീ അങ്ങനെ പുണ്യവതിയാവാൻ ശ്രമിക്കണ്ട. നിനക്കിത് തുടക്കത്തിലേ അറിയാം, എന്നിട്ട് ഇത്രയും കാലം നീ ഇത് മൂടി വെച്ചില്ലേ? അതെന്താ അത്ര നല്ല കാര്യമാണോ? അപ്പം നയന ദേഷ്യത്തോടെ നവ്യോട് ചോദിക്കുന്നുണ്ട്, ചേച്ചി തന്നെയല്ലേ പറഞ്ഞത് അത് ആരോടും പറയരുതെന്ന്? ഒരു കുഞ്ഞു പോലും ഇതൊന്നും അറിയരുതെന്ന് ഏതു നേരവും പറഞ്ഞുകൊണ്ടിരുന്നത് ചേച്ചി തന്നെയല്ലേ? അപ്പം നവ്യ നയനയുടെ കൈ തട്ടി മാറ്റിക്കൊണ്ട് പറയുന്നുണ്ട്, അത് തന്നെ എനിക്ക് ഇപ്പോഴും പറയാനുള്ളത്. വെറുതെ അമിതാവേശം കാണിച്ച് ആരോടൊന്നും പറയാൻ നിൽക്കണ്ട, അതുകൊണ്ട് ഗുണത്തെക്കാളേറെ ദോഷമേ ഉണ്ടാവും. അപ്പം നയന പറയുന്നുണ്ട്, എനിക്കിതിങ്ങനെ ഉള്ളിലൊതുക്കിക്കൊണ്ട് നടക്കാനാവില്ല, ഓരോന്ന് ആലോചിച്ചിട്ട് എനിക്ക് ശ്വാസം മുട്ടുവാ. അപ്പം നവ്യ പറയാ, അനന്തപുരി തറവാട്ടിൽ കയറാൻ യോഗ്യതയില്ലാത്ത നിനക്കേ അതിനുള്ള അവസരം ഉണ്ടാക്കി തന്നത് ഞാനും അബിയും കൂടെ ഒരു നാടകം കളിച്ചത് കൊണ്ട് മാത്രമാണ് നിനക്ക് ആദർശേട്ടൻ്റെ ഭാര്യയാവാൻ പറ്റിയത്. അപ്പം നയന പറയുന്നുണ്ട്, അത് വലിയൊരു ഭാഗ്യമാണെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ കല്യാണം ഒരു ദുരന്തമായിരുന്നു. പിന്നെ അനന്തപുരി തറവാട്ടിലേക്ക് വന്നതിന് ശേഷം മുത്തശ്ശിയും മുത്തശ്ശനും ഉൾപ്പെടെയുള്ളവരുടെ നന്മ തിരിച്ചറിഞ്ഞ ശേഷം മാത്രമാണ് എനിക്ക് അല്പമെങ്കിലും ആശ്വസിക്കാൻ പറ്റിയത്. അന്ന് മുഹൂർത്തം തെറ്റാതിരിക്കാൻ വേണ്ടി മുഖം മറച്ചു വന്നത് സന്തോഷത്തോടെയല്ല, തോരാ കണ്ണീരോടെയാ. അപ്പം നവ്യ പറയുന്നുണ്ട്, ഇനി നിനക്ക് അങ്ങനെയൊക്കെ പറയാം, നമ്മുടെ അമ്മയുടെ ആഗ്രഹമായിരുന്നു കോടീശ്വരന്മാരുടെ വീട്ടിലേക്ക് നമ്മൾ മരുമക്കളായി പോകണമെന്ന്. അതാണ് ഞാൻ കാരണം നടന്നത്. എനിക്ക് സൗന്ദര്യമുള്ളത് കൊണ്ടാണ് ഏട്ടനും അനിയനും എൻ്റെ പിന്നാലെ നടന്നത്, എനിക്ക് വേണ്ടി വില പേശിയത്. അപ്പം നയന പറയുന്നുണ്ട്, സമ്മതിച്ചു, ചേച്ചി സുന്ദരിയാണ്, ഐശ്വര്യ റായി ആണ്, അതുകൊണ്ട് കാര്യമില്ലല്ലോ, സൗന്ദര്യ ശാപാണെന്ന് പലപ്പോഴും പറയാറില്ലേ? അതെ, ഇതുകൊണ്ടൊക്കെ തന്നെയാ. മനസ്സിനകത്ത് നന്മയില്ലാതെ പുറമേ സൗന്ദര്യം ഉണ്ടായിട്ട് എന്താ കാര്യം? അപ്പം നവ്യ ഇതൊന്നും അല്ലാത്ത രീതിയിലാണ് സംസാരിക്കുന്നത്. നല്ല നല്ല ഭക്ഷണമൊക്കെ അവിടെ എടുത്തു വെച്ചിരിക്കുക, അത് കഴിച്ചു തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോഴാണ് അവൾ വേണ്ടാത്ത ഓരോ കാര്യങ്ങൾ പറയാൻ വേണ്ടി വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. എന്നിട്ട് ദേഷ്യത്തോടെ പറയുന്നുണ്ട്, നീ പറയുന്നുണ്ടെങ്കിൽ പറയടി, നിന്റെ മനസ്സിലുള്ളതൊക്കെ പറ, എന്നിട്ട് എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. നയനെ വെല്ലുവിളിച്ചുകൊണ്ട് ദേഷ്യത്തോടെ നവ്യ അവിടുന്ന് പോവുകയാണ്. അവരങ്ങോട്ടേക്ക് പോകുമ്പോഴേക്കും അഭിവേഗം ഒളിച്ചു മാറി നിൽക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അഭി സ്വയം ചിന്തിക്കുന്നുണ്ട്, അവളുമാർ തമ്മിൽ വഴക്കാണെന്ന് മനസ്സിലായി, പക്ഷേ ഒന്നും കേൾക്കാൻ പറ്റിയില്ലല്ലോ. നവ്യയും നയനയും തൊട്ടു പിന്നാലെ അഭിയും കൂടെ അങ്ങോട്ടേക്ക് കയറി വരുവാണ്. അപ്പോഴേക്കും ജലജ അഭിയേയും കൂട്ടി മാറി നിന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താണ് അവർ സംസാരിച്ചത്? ഞാൻ മാറി നിന്നെങ്കിലും അവർ തമ്മിൽ എന്താ സംസാരിച്ചതെന്ന് ഞാൻ കേട്ടില്ല. അപ്പോൾ ജലജ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, പിന്നെ നീ എന്തിനാണ് അങ്ങോട്ടേക്ക് പോയത്? നിന്നെ ഏത് കാര്യത്തിന് പറഞ്ഞു വിട്ടാൽ ഇതുപോലെയാണല്ലോ. ഹോ, ഞാൻ തന്നെ പോയാൽ മതിയായിരുന്നു. അവളുമാർ രണ്ടുപേരും എന്തോ രഹസ്യം പറയാനാ പോയത്, അത് കൃത്യമായിട്ട് കേൾക്കുന്നതിന് പകരം അവനൊന്നും കേട്ടില്ല പോലും. നീ പൊട്ടനാടാ, അതുകൊണ്ടാണ് ഒന്നും കേൾക്കാത്തത്.
അബി ഒന്നും പറയാതെ അമ്മയുടെ വഴക്കൊക്കെ കേട്ട് നിൽക്കുകയാണ്. അപ്പം ജലജ പറയുന്നുണ്ട്, അതുകൊണ്ടല്ലേ ഇങ്ങനെ ഒരു മാരണം നിന്റെ തലയിലായത്. അപ്പോഴേക്കും മുത്തശ്ശൻ അവിടുന്ന് പറയുന്നുണ്ട്, ഒരു കുടുംബമാവുമ്പോൾ പല അഭിപ്രായക്കാരായിരിക്കാം, എല്ലാവരും ഒരേ സ്വഭാവമുള്ളവരായിരിക്കണം എന്നില്ല. എല്ലാവരും ഒത്തൊരുമയോടെ ഒരേ മനസ്സോടെ മുന്നോട്ടേക്ക് പോകുമ്പോഴാണ് ആ വീടിനെ കുടുംബം എന്ന് വിളിക്കാൻ പറ്റുന്നത്. ഇതുപോലുള്ള സായാഹ്നങ്ങളും സന്തോഷങ്ങളുമാണ് ശരിക്കു പറഞ്ഞാൽ നമ്മുടെ യഥാർത്ഥ സമ്പാദ്യം. മുത്തശ്ശൻ്റെ സംസാരം കേട്ട് എല്ലാവരും പുഞ്ചിരിക്കുകയാണ്. അപ്പം അദ്ദേഹം പറയുകയാണ്, എനിക്ക് 75 കഴിഞ്ഞു, വസുന്ധരയ്ക്ക് 70. ഞങ്ങളുടെ നാളുകൾ ഏതാണ്ട് അവസാനിക്കാറായി നർത്ഥം. അപ്പം എല്ലാവരുടെയും മുഖത്ത് സങ്കടം വരികയാണ്. അപ്പം ദേവയാനി പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അങ്ങനെയൊന്നും പറയണ്ട, അച്ഛനും അമ്മയും ഇതുപോലെ ഏതാണ്ട് ഒരു 25 വർഷത്തോളം ജീവിച്ചിരിക്കുന്നുള്ള കാര്യം ഉറപ്പാ. അപ്പം മൂർത്തി പറയുന്നുണ്ട്, 25 വർഷം ജീവിക്കുന്നതിലല്ല ദേവയാനി കാര്യം, 20 വർഷം ജീവിച്ചാൽ പോലും നമുക്ക് സന്തോഷം കിട്ടണം. അതില്ലാന്ന് തോന്നിയ സമയത്താണ് തറവാട് മുറിച്ചു വിറ്റ് നിങ്ങൾക്കെല്ലാം തന്നിട്ട് ഞാനും വസുന്ധരയും കൂടി പോവാമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ ജയൻ ചോദിക്കുന്നുണ്ട്, അച്ഛനും അമ്മയും വീട്ടിനകത്തുനിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ വീട്ടിനകത്ത് മനസ്സമാധാനം ഉണ്ടാവുമോ? അച്ഛനെ അമ്മയെ ഓർത്തിട്ട് പരസ്പരം കുറ്റപ്പെടുത്തലുകളും വഴക്കുകളും മാത്രമേ പിന്നെ നമ്മുടെ തറവാട്ടിൽ നടക്കുള്ളൂ, അല്ലാതെ ആരുമായും ഒരു ഒത്തൊരുമയും ഉണ്ടാവില്ല. അനന്തപുരി തറവാടിൻ്റെ നെടുന്തൂണുകളാ അച്ഛനും അമ്മയും. അപ്പോൾ അയാൾ തിരിച്ചു ചോദിക്കുന്നുണ്ട്, ആ നെടുന്തൂണുകൾ എന്തെങ്കിലും ഒരു ദിവസം വീഴിലിടാൻ മോനെ. അപ്പോൾ എല്ലാവരുടെയും മുഖത്ത് സങ്കടം നിറയാണ്, ജലജയ്ക്കൊഴികെ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, മുത്തശ്ശ, കുട്ടിക്കാലത്ത് ഞങ്ങൾ വീഴുമ്പോൾ താങ്ങി നിർത്തുന്നത് മുത്തശ്ശനായിരുന്നു. അങ്ങനെയുള്ളപ്പോൾ ഇനി മുത്തശ്ശനും മുത്തശ്ശിയും വീഴാതിരിക്കേണ്ടത് നോക്കേണ്ടത് ഞങ്ങളുടെ കടമയാണ്. അപ്പം മൂർത്തി പറയുന്നുണ്ട്, വാർദ്ധക്യം വന്ന് ശരീരം ചുക്കി ചുളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ശക്തിക്കും നമ്മളെ നിവർത്താനാവില്ല മോനെ. അപ്പോൾ ആദർശിൻ്റെയും ജയൻ്റെയും മുഖം വല്ലാതെ ആവുകയാണ്, കാരണം അവർക്കറിയാലോ അദ്ദേഹത്തിൻ്റെ അസുഖത്തിനെ പറ്റി. അപ്പം അയാൾ പറയുന്നുണ്ട്, പിന്നെ മരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷപ്പെടലാണ്, ജീവിച്ചിരിക്കുന്നവർക്കല്ല, മരണപ്പെട്ടു പോകുന്നവർക്ക്. ജയനും ആദർശും പരസ്പരം മുഖത്തോട് മുഖം നോക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.